ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടെൻഡർ ഷൂട്ട്സ് എന്നുള്ള യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദ മൂൺ എന്നുള്ള പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിലെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന്. When we plant a tree, we plant hope. വാങ്കരി മാതൈ. ഇവിടെ എന്താ പറയുന്നത്, നമ്മളൊരു ഒരു ട്രീ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മരം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു പ്രതീക്ഷയും കൂടെയാണ് നമ്മളവിടെ നട്ടുപിടിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ജീവികൾക്ക് ജീവിക്കാനും അതുപോലെ തണൽ നൽകാനും മരം നൽകാനും ഒക്കെ കഴിയുക എന്നുള്ള ഒരു പ്രതീക്ഷ കൂടെയാണ് നമ്മളവിടെ നട്ടു വളർത്തുന്നത്. ഇനി ദ ഡോർവേ എന്നുള്ള പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ എന്താണ്, ഒരു കുട്ടിയും ചുറ്റുപാടും ഒരുപാട് ക്രിയേച്ചേഴ്സും ഒരുപാട് ജീവികളെയും ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലേ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സീ ഇൻ ദ പിക്ചർ, ഹൗ ഡു യു ഫീൽ. എന്താണ് നിങ്ങൾ ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഫീൽ ചെയ്യുന്നത്? ദ പിക്ചർ ഡിപിക്ട്സ് എ ചിയർഫുൾ ആൻഡ് കളർഫുൾ സീൻ ഇൻ നേച്ചർ. ഒരു നേച്ചറിൻ്റെ നല്ല ഭംഗിയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എ ചൈൽഡ് ഈസ് ജോയ്ഫുള്ളി വാക്കിംഗ് നിയർ എ സ്വാലോ സ്ട്രീം. ഒരു അരുവിയുടെ അടുത്ത് കൂടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു കുട്ടി നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ദർ ആർ സോ മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്. ഒരുപാട് ഭംഗിയുള്ള പൂക്കളും അതുപോലെ തന്നെ ചെടികളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എ ബട്ടർഫ്ലൈ ഈസ് ഫ്ലെച്ചറിങ് നിയർ ഹിം. ബട്ടർഫ്ലൈ, അവൻ്റെ അടുത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ആൻഡ് എ സ്ക്യൂരൽ ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. മരത്തിൻ്റെ മുകളിലായിട്ട് ഒരു അണ്ണാൻകുഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ബേർഡ്സുകളൊക്കെ ഇങ്ങനെ പറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. Insects like a dragonfly and a grasshopper are also there. മാത്രമല്ല അവിടെ ഡ്രാഗൺഫ്ലൈ, ഗ്രാസ് ഹൂപ്പർ തുടങ്ങിയ പ്രാണികളെയും കാണാൻ വേണ്ടി പറ്റും. ഫിഷ് ആർ സ്വിമ്മിങ് ഇൻ ദ സ്ട്രീം. കൂടാതെ മീനുകളൊക്കെ ആ ഒരു അരുവിയിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട്. എ ഫ്രോഗ് ഈസ് സിറ്റിംഗ് നിയർ ദ സ്ട്രീം. ആ സ്ട്രീമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തവള ഇരിക്കുന്നുണ്ട്. ദ ബോയ് ലുക്സ് ഹാപ്പി ആൻഡ് എൻഗേജ് സറൗണ്ടഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ നാച്ചുറൽ വേൾഡ്. ആ ഒരു നാച്ചുറൽ വേൾഡിൻ്റെ പ്രകൃതിദത്തമായിട്ടുള്ള ഭംഗിയുടെ ചുറ്റും എന്താണ്, ഒരു കുട്ടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എൻഗേജ് ചെയ്ത് നടക്കുന്നത് നമുക്ക് തോന്നും. ഇനി എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? Seeing this picture makes me feel a sense of peace and happiness. It reminds me of the simple joys that nature can bring. വളരെ സമാധാനപരമായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. മാത്രമല്ല എന്താണ്, പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മളെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, വി ക്യാൻ തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് us with essential resources like air, water, ഫുഡ് ആൻഡ് ഷെൽട്ടർ. എന്താ പറയുന്നത്, നേച്ചർ നമുക്കൊരു ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓഫേഴ്സ് ബ്യൂട്ടി ആൻഡ് ഇൻസ്പിറേഷൻ ആൻഡ് സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ക്യാൻ ഇംപ്രൂവ് അവർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്. മാത്രമല്ല നമുക്ക് എന്താണ്, മെൻ്റലി ആയിട്ടും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതോട് കൂടിയിട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്, നേച്ചർ സപ്പോർട്ട്സ് ആൻഡ് എൻറിച്ച് അവർ ലീവ്സ് ആൻഡ് ഇൻ റിട്ടേൺ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ടു കെയർ ഫോർ ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്. എന്താണ്, നമുക്ക് നേച്ചർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേച്ചറിനെയും സംരക്ഷിക്കുകയും കെയർ ചെയ്യുകയൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഇനി ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. ബോയ് എന്താണ്, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പാട്ട് പാടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. എന്താണ്, എൻ്റെ ചെറിയ ബട്ടർഫ്ലൈയെ നീ കൂടെ വായോ, നമുക്ക് പ്ലേ ചെയ്യാമെന്നാണ് പറയുന്നത്. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ,
കം ആൻഡ് സിങ് വിത്ത് മീ. എന്താണ് ഇന്ന് പകലെന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആകാശം വളരെ നീല നിറത്തിലുള്ളതുമാണ്. നീ എൻ്റെ കൂടെ വായോ, നമുക്ക് പാട്ട് പാടാം. എ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. എൻ്റെ ചെറിയ പുൽച്ചാടിയെ നീ വായോ, നമുക്ക് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാം. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട് നെവർ ഫീൽ അഫ്രൈഡ്. നമ്മളെല്ലാവരും ചുറ്റുമുണ്ട്, ഒരിക്കലും നിങ്ങളൊന്നും പേടിക്കേണ്ട എന്ന് പറയാണ്. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. അപ്പോൾ ഈ പാട്ട് നിങ്ങളുടെ ടീച്ചറുടെ കൂടെ നിങ്ങളൊന്ന് പാടി നോക്കുക. ഇനി നെക്സ്റ്റ് വൺ, ഹിയർ ഈസ് എ പോം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ. എന്താണ് ഇവിടെ ഒരു പോം തന്നിട്ടുണ്ട്, ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രകൃതി എങ്ങനെയാണ് നമുക്കൊരു നല്ല കമ്പാനിയനും ഒരു ഗാർഡിയനൊക്കെ ആയിട്ട് മാറുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പോം പാടി നോക്കാം. ദ മൂൺ എന്നതാണ് പാഠത്തിൻ്റെ പേര്. മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അല്ലേ. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays. The birdies asleep in the forks of the trees. എന്താ പറയുന്നത്? ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. ഹാളിൽ കിടക്കുന്ന ക്ലോക്കിനുള്ള ഫേസ് പോലെ തന്നെയാണ് മൂണിനും ഉള്ളത്. Then she shines on thieves on the garden wall. എന്താണ് തീവ്സ് എന്ന് പറഞ്ഞാൽ കള്ളന്മാർ. അപ്പോൾ കള്ളന്മാരുടെ ഇടയിലൊക്കെ ഗാർഡനിലെ വാളിൽ കാണുന്ന കള്ളന്മാരുടെ ഇടയിലൊക്കെ ഒരു തിളക്കമായിട്ട് മാറും. ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ കോയ്സ്. മാത്രമല്ല സ്ട്രീറ്റിലാണെങ്കിലും ഫീൽഡ് പാടത്താണെങ്കിലും ഹാർബർ കോയ്സ് എന്ന് പറഞ്ഞാൽ തുറമുഖ കടവുകൾ, അവിടെയൊക്കെ എന്താണ് ഈ ഒരു മൂൺ ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ട് തിളങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. മാത്രമല്ല ഫോക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായി പിരിഞ്ഞ മരച്ചില്ലയിലൊക്കെ എന്താണ് നമ്മുടെ പക്ഷികളൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയത്തൊക്കെ എന്താണ് ഇതിങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ദ സ്കോളിംഗ് കാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്. സ്കോളിംഗ് കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ശബ്ദത്തിനെ പറയുന്നതാണ്. സ്ക്വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എലിയുടെ മുരൾച്ച എന്ന് പറയില്ലേ, അതിനെ പറയുന്നതാണ്. അപ്പോൾ പൂച്ചയുടെ ശബ്ദത്തിനും എലിയുടെ ശബ്ദത്തിനും ഒക്കെ എന്താണ് ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. മാത്രമല്ല ഈ ഡോഗിൻ്റെ നായ്ക്കളുടെ ഈ ഓരോ ഇടലിലും ഓരോ വീടിൻ്റെയും വാതിൽക്കലിൽ നിന്നുള്ള ഓരോ ഇടലിലും ഒക്കെ ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വവ്വാലുകൾക്ക് രാത്രിയിൽ എന്താണ് രാത്രിയിൽ അവർ പകല് പോലെയാണ് കാണുന്നത്. ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. എല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ മൂണിൻ്റെ ലൈറ്റ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ. പക്ഷെ എന്താണ് ഇവരൊക്കെ രാത്രി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇനി അടുത്തുള്ളവരെന്താണ് ബിലോങ് ടു ദ ഡേ, പകൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. അവരുടേതായ ശൈലിയിൽ അവരിങ്ങനെ കഡിൽ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിങ്ങനെ ഉറങ്ങുകയാണ്. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. പൂക്കളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ അവരുടെ കണ്ണുകളൊക്കെ അടച്ചു പിടിച്ച് ഉറങ്ങുകയാണ്. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷോൾ അറൈസ്. ഏതുവരെയാണ്? രാവിലെ എപ്പോഴാണോ സൂര്യൻ്റെ പ്രകാശം വരുന്നത് അതുവരെയും അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയും കുട്ടികളൊക്കെ പൂക്കളൊക്കെ കണ്ണുകളൊക്കെ അടച്ച് കിടന്നുറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൂണ് എന്നുള്ള ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഗൈഡ് ചെയ്യുന്നത്, ആ സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നതൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അബൌട്ട് ദ ഓതർ. ഇത് എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അദ്ദേഹം എന്താണ് ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്, എസ്സേ എഴുതുന്ന ആളാണ്, പോയറ്റാണ്, ട്രാവൽ റൈറ്റർ ആണ്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക്സ് സച്ച് ആസ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ്. അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. നമുക്ക് നേരെ ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം. എന്താണ് പോമിനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എഴുതാം. ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്, വാട്ട് യു ഫീൽ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു മൂൺ ലൈറ്റിൽ, ഈ ഒരു ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നടക്കാറുണ്ടോ? നിങ്ങൾക്ക് അപ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ, നിങ്ങൾക്ക് ആ ഒരു മൂണിനെ ആകാശത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതുക. ഇവിടെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. യെസ്, വെൻ ഐ സീ ദ മൂൺ ഇൻ ദ സ്കൈ ഐ ഫീൽ വണ്ടർ ആൻഡ് മാജിക്കൽ എക്സ്പീരിയൻസ്. എന്താണ് ഞാൻ നടന്നിട്ടുണ്ട്, എനിക്ക്
മൂണിനെ രാത്രിയിൽ കാണുമ്പോൾ എനിക്കൊരു മാജിക്കൽ എക്സ്പീരിയൻസും വളരെ അത്ഭുതവുമാണ് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂണിൻ്റെ ഫേസ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ദ മൂൺസ് ഫേസ് കമ്പയർ ടു എ ക്ലോക്ക് ഇൻ ദ ഹാളിൽ കിടക്കുന്ന ക്ലോക്കുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ എവിടെയാണ് ഈ പക്ഷികളൊക്കെ ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ് ദ ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ മരത്തിൻ്റെ ചില്ലകളിലാണ് അവർ കിടന്നുറങ്ങുന്നത് എന്നാണ് പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ ആണ്, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? ഈ ഒരു മൂണിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഭംഗി, അതിൻ്റെ ആ ഒരു ലൈറ്റനിങ് കാര്യങ്ങളൊക്കെ എവിടെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്? ദ മൂൺ ഷൈൻസ് ആൻഡ് സ്പ്രെഡ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ്. എവിടെയൊക്കെയാണ്? കള്ളന്മാരുള്ള ഗാർഡനിലും അതുപോലെ തന്നെ സ്ട്രീറ്റിൽ, ഫീൽഡിൽ, ഇവിടെയൊക്കെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? ഒരു വീടിൻ്റെ ഡോറിൽ എന്തുകൊണ്ടാണ് നായ കുരക്കുന്നത്? ദ ഡോഗ് മൈറ്റ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ആങ്സൈറ്റി. അതിൻ്റെ ആ ഒരു ഒറ്റപ്പെടലും ആങ്സൈറ്റിയും ഒക്കെ കാരണമാണ് അത് ആ വീടിൻ്റെ ഡോറുകളിൽ നിന്ന് കുരക്കുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺലൈറ്റ്? മൂൺലൈറ്റിൽ ആർക്കൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത്? ദ ക്രിയേച്ചേഴ്സ് ലൈക്ക് എ സ്കോളിംഗ് കാറ്റ്, സ്ക്വീക്കി മൈസ്, ഹൗളിംഗ് ഡോഗ്സ് ആൻഡ് ബാറ്റ്സ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺലൈറ്റ്. ആർക്കൊക്കെയാണ്? കരയുന്ന പൂച്ചകൾക്ക്, അതുപോലെ തന്നെ കരയുന്ന എലികൾക്ക്, കുരക്കുന്ന ഓരിയിടുന്ന പട്ടികൾക്ക് അല്ലെങ്കിൽ നായകൾക്ക്, മാത്രമല്ല വവ്വാലുകൾക്ക്, ഇവർക്കൊക്കെയാണ് രാത്രിയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ളത്. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? എത്ര സമയമാണ് പൂക്കളും അതുപോലെ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാറുള്ളത്? ദ ഫ്ലവേഴ്സ് ആൻഡ് ദ ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് ടിൽ ദ മോർണിംഗ് വെൻ ദ സൺറൈസസ് വരുന്ന രാവിലെ വരെയാണ് അവരെന്താണ് ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ക്വസ്റ്റ്യനും ആൻസേഴ്സും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റി നമ്പർ 1 ആണ്. Look at the words used to describe the sounds made by animals. The chirping birds, the tempting elephants. There are similar words in the poem that describes the sound made by animals. ഇവിടെ എന്താ പറയുന്നത്? chirping bird, പക്ഷികളുടെ ആ ഒരു സൗണ്ട്, അതുപോലെ തന്നെ tempting elephant, ആ ആനകളുടെ അലർച്ച, ഇതൊക്കെ എന്താണ്? ഓരോ എനിമൽസിൻ്റെയും സൗണ്ട്സിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇതേപോലെ നമ്മുടെ പോമിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാനാണ്. ദ സ്കോളിംഗ് കാറ്റ്സ്, ദ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ്. ഇതൊക്കെയാണ് നമ്മളെ പോമിൽ പറയുന്ന കാര്യങ്ങൾ. ആക്ടിവിറ്റി നമ്പർ 2 ആണ്. മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് ദ മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസസ്. കോളം എയിൽ നിന്നും കോളം ബിയിലേക്ക് മാച്ച് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ദ തീവ്സ്. ദ തീവ്സുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആർ ഓൺ ദ ഗാർഡൻ വോൾ എന്നുള്ളതാണ്. ഇതിലേക്കാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ദ ബേർഡ്സ്. ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് ആർ അസ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ് എന്നുള്ളതാണ്. ലാസ്റ്റത്തേതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ദ ബാറ്റ്, വവ്വാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ എന്നുള്ളതാണ്. ഓക്കെ, ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ എന്നുള്ളതാണ്. ദ ഡോഗ്, ഡോഗുമായിട്ട് ബന്ധപ്പെട്ടത് ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ദ ചിൽഡ്രൻ സ്ലീപ്പ് ടിൽ ദ സൺ റൈസസ് എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ഹിയർ ആർ സം ബലൂൺസ്. ഇവിടെ കുറച്ച് ബലൂൺസ് കൊടുത്തിട്ടുണ്ട്. സം ആർ റെഡ്, ചിലത് റെഡ് ആണ്. സം ആർ ഗ്രീൻ. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ഇവിടെ എന്താണ്? ചിലത് ഗ്രീൻ ആണ്. ഗ്രീനിൽ കുറച്ച് റൈമിംഗ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റൈം. പക്ഷേ റെഡിലുള്ളത് എന്താണ്? റൈമിംഗ് വേർഡ്സ് അല്ല. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോം. അപ്പോൾ പോമിൽ നിന്നും കുറച്ച് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതണം. ഇവിടെ നോക്കൂ. ഫേസ് തീവ്സ്, ഫോക്സ് ഫീൽഡ്സ്, ക്വൈസ് ട്രീസ്, ഹോള് പിന്നെന്താണ്? വോള്, ഡേ വേ, മൗസ് ഹൗസ്, നൂൺ മൂൺ, ഐസ് റൈസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ റൈമിംഗ് വേർഡ്സ് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. കളക്ട് സിമിലർ നേച്ചർ പോംസ്, റൈറ്റ്
വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ ഈ നേച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പോംസ് നമുക്ക് കിട്ടാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ എഴുതുക, സെലക്ട് ചെയ്യുക, ഒരെണ്ണം ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡാഫോഡിൽസ് ബൈ വില്യം വേർഡ്സ്വർത്തിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ഐ വാണ്ട് ലോൺലി ആസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ ഹൈ ഓർ ആർ വാലി ആൻഡ് ഹിൽസ്. When all at once I saw a crowd, a host golden daffodils beside the lake, beneath the trees, fluttering and dancing in the breeze. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരുപാട് നിങ്ങൾക്ക് ഗൂഗിളിൽ ഇതാ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വണ്, നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ. എന്താണ്, പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളതാണ് അല്ലേ. ബട്ട് ഇഫ് വി ഹാം നേച്ചർ ഇറ്റ് വിൽ ഷോ അസ് ഇറ്റ്സ് സ്കാരി ഫേസ്. പക്ഷെ നമ്മൾ അതിനെ ദോഷകരമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പേടിപ്പെടുത്തുന്ന മുഖം നമുക്ക് കാണിച്ചു തരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? നേച്ചറിനെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഡിഫോറസ്റ്റേഷൻ, ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? എന്തൊക്കെയാണ് ഇതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്നത്? പൊല്യൂട്ടിംഗ് ഓഫ് വാട്ടർ ആൻഡ് എയർ, ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്, വേരിയസ് ഡിസീസസ്, എർത്ത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ദെൻ ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. താഴെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഫ്ലഡ്സ് പ്ലേ ഹവോക് വിത്ത് ലീവ്സ് ഇൻ കേരള. തിരുവനന്തപുരം, റെയിൻ സ്റ്റോം ആൻഡ് ഫ്ലഡ്സ് ദിസ് പാസ്റ്റ് വീക്ക് took a toll of 200 lives so far, officials stated here on Monday. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ഫ്ലഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് വീക്കായിട്ട് 200ഓളം ജീവനുകൾക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള റെയിൻസും സ്റ്റോംസും ഫ്ലഡുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗിവിംഗ് അറൗണ്ട് ഓഫ് ദ ഹാവോക്ക് അക്രോസ് districts, officials said several houses collapsed and hundreds of people have been rendered homeless. അപ്പോൾ ഏകദേശം 100ഓളം ആളുകൾക്ക് വീട് നഷ്ടമാവുകയും മാത്രമല്ല ഒരുപാട് വീടുകളൊക്കെ കൊളാപ്സ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡ്സ് വെർ ഫ്ലഡഡ് ഇൻ ലോ ലേയിങ് ഏരിയാസ് ലീഡിങ് ടു ദ സസ്പെൻഷൻ ഓഫ് റോഡ് ട്രാഫിക്. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുകയും റോഡ് ട്രാഫിക് ഒക്കെ ആകെ പ്രശ്നത്തിലാവുകയും ചെയ്തു. റെയിൽ സർവീസസ് ടു റിമൈൻഡർ സസ്പെൻഡഡ് ഫോർ 2 days. റെയിൽ സർവീസ് 2 ദിവസമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ടെലികോം കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് വെർ സ്നാപ്ഡ് അറ്റ് മെനി പ്ലേസസ് ഡ്യൂ ഓൾസോ ടു ദ ഫോൾ ഓഫ് ട്രീസ്. മരങ്ങളൊക്കെ വീണിട്ട് ടെലികമ്മ്യൂണിക്കേഷനും ആകെ എന്താ പറയുക ആകെ പരിതാപകരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ദ ലൈൻസ് ആർ ബീങ് റിസ്റ്റോർഡ്, ഒഫീഷ്യൽസ് ടൈഡ്. അപ്പോൾ ഇതൊക്കെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? ഇത് എന്തിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഫ്ലഡിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. Then here is a collage made of news headlines. Read some of the headlines. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ കൊളാഷ് അബൌട്ട്? ഇത് എന്തിനെ കുറിച്ചുള്ള കൊളാഷ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ പൊല്യൂഷൻ, ചിൽഡ്രൻ ഡ്രൈവൻ ഇൻ ടു ഹങ്കർ. അപ്പോൾ ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കൊളാഷ് ആണ്. Collect a few news headlines related to environmental issues and paste them in your notebook to make a collage of your own. You may include pictures also to make it more colorful. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് ഹെഡ്ലൈൻസ് ഒക്കെ കളക്ട് ചെയ്യുക എൻവയോൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടത്. എന്നിട്ട് ഇതേപോലെ കൊളാഷ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി മാറ്റാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. നെക്സ്റ്റ് പാഠഭാഗം എന്ന് പറയുന്നത് റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള പാഠഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.